So we will move on to next topic, transmission lines. Okay, നമ്മളിനി അടുത്ത ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്മിഷൻ ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്, ദെൻ ലൈൻസ് ഇക്വേഷൻ, നമ്മളെ ഇൻപുട്ട് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നതും, അതേപോലെ ഒരുപാട് ടോപ്പിക്കുകൾ വരുന്ന ഒരു പോർഷനാണ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻസിൽ നമ്മൾ വേവ് ഇക്വേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വേവ് ഇക്വേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് പറയുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണല്ലേ. കോമൺലി യൂസ്ഡ് ഇൻ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അറ്റ് ലോ ഫ്രീക്വൻസീസ് ആൻഡ് ഇൻ കമ്മ്യൂണിക്കേഷൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നു. ദെൻ നമ്മളുടെ കേബിള്, ഓപ്റ്റിക്കൽ ഫൈബർ, സോ ലൈക്ക് അതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് മീഡിയംസിനെയും എന്തെന്നാണ് പറയുന്നത്? ട്രാൻസ്മിഷൻ ലൈൻസ് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസീസ് ആയിരിക്കും. ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസീസ് ആയിരിക്കും. ഓക്കെ, വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് സച്ച് ആസ് ദി ട്വിസ്റ്റഡ് പെയർ ആൻഡ് കോയാക്സിയൽ കേബിൾ. ഒക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലേ ട്രാൻസ്മിഷൻ ലൈൻസ് ഏതൊക്കെയാണെന്നൊക്കെ. ട്വിസ്റ്റഡ് പെയർ ഉണ്ടാകും, അതേപോലെ തന്നെ കോയാക്സിയൽ കേബിൾസ് ഉണ്ടാകും. കോയാക്സിയൽ കേബിൾസിൽ തന്നെ തിന്നെറ്റ് ആൻഡ് തിക്നെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആർ യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സച്ച് ആസ് ദി ഇതർനെറ്റ് ആൻഡ് ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റിനൊക്കെ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? കേബിൾ കണക്ഷൻസ് യൂസ് ചെയ്യും, ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻസ് യൂസ് ചെയ്യും. സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതർനെറ്റിനും അതേപോലെ ഇന്റർനെറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോയാക്സിയൽ കേബിൾ, അതേപോലെ ട്വിസ്റ്റഡ് പെയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. ദെൻ എ ട്രാൻസ്മിഷൻ ലൈൻ ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് 2 or more parallel conductors used to connect a source to a load. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ 2 or more parallel conductors ഉണ്ടാകും. 2 or അതിലധികമോ പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ടാകും. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ഒരു സോഴ്സിനെ ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ഒരു സോഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഉണ്ടാകും. ആ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ഒന്നെങ്കിൽ പവർ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. സോ ദി സോഴ്സ് മേ ബി എ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ. സോഴ്സിന് നമുക്ക് എന്തെന്ന് പറയാം? പവറിൻ്റെ കേസിലാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ ആകാം, എ ട്രാൻസ്മിറ്റർ ആകാം, ഓർ ആൻ ഓക്സിലേറ്റർ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ ആകാം. ദ ലോഡ് മേ ബി എ ഫാക്ടറി, ആൻ ആന്റിന, ഓർ ആൻ ഓസിലോസ്കോപ്പ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. സോ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ സിങ്ക് എന്ന് പറയുന്നത്, അതായത് ലോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു ഫാക്ടറി, ലൈക്ക് എന്തെങ്കിലും ആകാം. ദെൻ സെക്കൻഡ്, നമ്മൾ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന കാര്യമല്ലേ. ട്രാൻസ്മിറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലോഡ് എന്ന് പറയുന്ന ഒരു ആന്റിന ആകാം. ദെൻ ഓസിലേറ്റർ ആണെങ്കിൽ ഓസിലോസ്കോപ്പ് ആകാം. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ദെൻ ടിപ്പിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസ് ഇൻക്ലൂഡ് കോയാക്സിയൽ കേബിൾ, എ 2-wire ലൈൻ, പാരലൽ പ്ലേറ്റ് ഓർ പ്ലാനാർ ലൈൻ, എ വയർ എബോവ് ദ കണ്ടക്ടിംഗ് പ്ലെയിൻ ആൻഡ് എ മൈക്രോസ്ട്രിപ്പ് ലൈൻ. അപ്പോൾ ടിപ്പിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസ് ഏതൊക്കെയാണ്? ഒരു കോയാക്സിയൽ കേബിൾ അല്ലെങ്കിൽ 2-wire ലൈൻ, parallel plate or planar line, a wire above the conducting plane and a microstrip line. ഏതൊക്കെയാവും? കോയാക്സിയൽ കേബിൾ ആകാം, ദെൻ ഒരു 2-wire ട്രാൻസ്മിഷൻ ലൈൻ ആകാം, അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് ഓർ പ്ലാനാർ ലൈൻ ആകാം, ദെൻ
എ വയർ എബോവ് എ കണ്ടക്റ്റിംഗ് പ്ലെയിൻ, ഒരു കണ്ടക്റ്റിംഗ് പ്ലെയിനിന് എബോവ് ആയിട്ടുള്ള ഒരു വയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മൈക്രോസ്ട്രിപ്പ് ലൈൻസ് ആകാം. ദീസ് ലൈൻസ് ആർ പോർട്രേഡ് ഇൻ ഫിഗർ 11.1. നോട്ടീസ് ദാറ്റ് ഈച്ച് ഓഫ് ദീസ് ലൈൻസ് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് ഇൻ പാരലൽ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ത് വേണം, 2 or more കണ്ടക്ടേഴ്സ് ഇൻ പാരലൽ ആയിരിക്കണം. ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് 2 or more കണ്ടക്ടേഴ്സ് യൂസ് ടു കണക്ട് എ സോഴ്സ് ടു ലോഡ്. ഒരു പാരലൽ കണ്ടക്ടേഴ്സ്, 2 അതിലധികമോ പാരലൽ കണ്ടക്ടേഴ്സ് ഉള്ള അറേഞ്ച്മെന്റ് ആണ് ട്രാൻസ്മിഷൻ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്, കോയാക്സിയൽ കേബിൾ, 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ. ദെൻ തേർഡ് വൺ എന്തായിരുന്നു, തേർഡ് വൺ പാരലൽ പ്ലേറ്റ് ഓർ പ്ലാനാർ ലൈൻ. പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലാനാർ ലൈൻ എന്ന് പറയും. ദെൻ ഒരു കണ്ടക്റ്റിംഗ് പ്ലെയിനിന് മുകളിലൂടെയുള്ള ഒരു വയർ, എ വയർ എബോ എ കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ദെൻ മൈക്രോസ്ട്രിപ്പ് ലൈൻ. ഓക്കെ, മൈക്രോസ്ട്രിപ്പ് ലൈൻ, ഇതൊക്കെയാണ് നമ്മൾ ടിപ്പിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ലൈൻസ് എന്താണ്, ഈ ലൈൻസിൽ എല്ലാത്തിലും എങ്ങനെയുണ്ട്, 2ലധികം പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റിലും 2 കണ്ടക്ടേഴ്സ് ഉണ്ട്, ഒരു ഔട്ടർ കണ്ടക്ടർ ഉണ്ട്, ഒരു ഇന്നർ കണ്ടക്ടർ ഉണ്ട്. ഇതിലും 2 പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. ദെൻ ഇൻ ദിസ് ഓൾസോ ഇത് രണ്ടും എന്താണ്, കണ്ടക്ടേഴ്സ് ആണ്. ദിസ് ആൻഡ് ദിസ് വൺ പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. ഇൻ ദിസ് ഓൾസോ ഇത് രണ്ടും കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് ഹിയർ ഓൾസോ ഇത് രണ്ടും കണ്ടക്ടേഴ്സ് ആണ്. സോ 2 പാരലൽ കണ്ടക്ടേഴ്സ് ആണ് പാരലലി അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. Then coaxial cables are routinely used in electrical laboratories and in connecting TV set and TV antennas. TV set and TV antennas ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, coaxial cable ആണല്ലേ. Then microstrip lines similar to that in figure are particularly important in integrated circuits where metallic strips connecting ഇലക്ട്രോണിക് എലമെന്റ്സ് ആർ ഡിപ്പോസിറ്റഡ് ഓൺ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ മൈക്രോസ്ട്രിപ്പ് ലൈൻസ് എന്തിലാണ് യൂസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ, ICസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താവശ്യമുണ്ട്, മെറ്റാലിക് സ്ട്രിപ്സ് ആണ് ഇലക്ട്രോണിക് എലമെന്റ്സിനെ കണക്ട് ചെയ്യുന്നത്. ഡിപ്പോസിറ്റഡ് ഓൺ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്, ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് എലമെന്റ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, മെറ്റാലിക് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടാണ്. ICസിലൊക്കെ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോസ്ട്രിപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. മൈക്രോസ്ട്രിപ്പ് ലൈനിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, ICസിലാണ്. ദെൻ കോയാക്സിയൽ കേബിള് TV സെറ്റും ആന്റിനാസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി, TV സെറ്റിന്റെയും ആന്റിനാസിന്റെ ഒക്കെ എന്താ കണക്ഷനിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കോയാക്സിയൽ കേബിള് യൂസ് ചെയ്യുന്നത്. സോ ദെൻ നമ്മളൊരു ജനറൽ ഐഡിയ ആണ് തന്നത് ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്നുള്ളതും, അതുപോലെ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ഏതൊക്കെയാണ്, നമ്മൾ അതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് ഇത് അടുത്ത പോർഷൻ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്. ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, അപ്പോൾ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നത്. സോ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്. It is customary and convenient to describe a transmission line in terms of its line parameters. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിന്റെ ടേംസിലാണ് നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. സോ വിച്ച് ആർ ഇറ്റ്സ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, and conductance per unit length G and capacitance per unit length C. Okay, ഈ നൊട്ടേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ലൈൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് R, ദെൻ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് L, conductance per unit length G, and capacitance per unit length C, R, L, G, C. These four are known as line parameters. Okay, these four. Okay, ഇത് ഏതൊക്കെയാണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, ദെൻ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, G എന്ന് പറയുന്നത് conductance per unit length, and C is the capacitance per unit length. These four are known as line parameters, and each of the lines shown in figure 11.1 has specific formulas for finding RL, G and C. അപ്പോൾ നമ്മളിവിടെ കണ്ട കോയാക്സിയൽ കേബിൾ ആകട്ടെ, 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ ആകട്ടെ,
പ്ലെയിൻ ഓർ എന്താ ഇതിനെന്താ പറയുന്നത്, പാരലൽ പ്ലേറ്റ് ഓർ പ്ലാനാർ ലൈൻ ആകട്ടെ, മൈക്രോസ്ട്രിപ്പ് ലൈൻ ആകട്ടെ, എന്തിനാണെങ്കിലും എന്തുണ്ട്, ഈ ഓരോ പാരാമീറ്റേഴ്സിനും വാല്യൂസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. ആൻഡ് ഫോർ കോയാക്സിയൽ 2 wire ആൻഡ് പ്ലാനാർ ലൈൻസ് ദി ഫോർമുലാസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് RL, G ആൻഡ് C ആർ പ്രൊവൈഡഡ്. അപ്പോൾ എന്താ, കോയാക്സിയലിനും 2 wireനും പ്ലാനാർ ലൈൻസിൻ്റെയും നമുക്കിവിടെ തന്നിട്ടുണ്ട്, ടേബിളാക്കി തന്നിട്ടുണ്ട്. ടേബിളിൽ ഏതൊക്കെയാണ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് കണ്ടക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്, ആർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ആണെന്ന് ഓർക്കരുത്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഓംസ് പെർ മീറ്റർ വരും, ഓംസ് പെർ മീറ്റർ വരും. ദെൻ എൽ എന്ന് പറയുന്നതും ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഹെൻറി പെർ മീറ്റർ വരും. ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ സീമൻസ് പെർ മീറ്റർ വരും. ദെൻ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഫാരഡ്സ് പെർ മീറ്റർ വരും. സോ ദെൻ ദിസ് ഇസ് ദി എന്താ കോയാക്സിയൽ ലൈനിൻ്റെ ആറിൻ്റെ ഇക്വേഷൻ, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 1/2π ഡെൽറ്റ സിഗ്മ സി ഇൻറ്റു എന്ത് വരും, 1/a + 1/b വരും. ദാറ്റ് ഈസ് സിഗ്മ ഡെൽറ്റ വിൽ ബി വെരി മച്ച് ലെസ് ദാൻ എ ആൻഡ് സി മൈനസ് ബി. സി മൈനസ് ബിനേക്കാളും അതേപോലെ തന്നെ എനേക്കാളും എന്താണ്, വെരി മച്ച് ലെസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. ദെൻ ഹിയർ ഇൻ ദ കേസ് ഓഫ് 2 wire ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ എന്ത് വരും, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1/πa ഡെൽറ്റ സിഗ്മ സി വരും. ദാറ്റ് ഈസ് ഡെൽറ്റ ലെസ് ദാൻ, വെരി മച്ച് ലെസ് ദാൻ എ ആണ്. ആൻഡ് ഹിയർ ഓൾസോ 2/, പ്ലാനാർ ലൈനിൻ്റെ കേസിൽ 2/w ഡെൽറ്റ സിഗ്മ സി വരും. ദാറ്റ് ഈസ് ഇവിടെയും എന്താണ്, ഡെൽറ്റ വെരി മച്ച് ലെസ് ദാൻ ടി ആണ്. ഓക്കെ, ദെൻ കംസ് ടു ദ കേസ് ഓഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. For a coaxial line, the inductance per unit length is mu divided by 2π ln b by a. Then for 2 wire transmission line, the inductance per unit length is mu by pi cos h inverse d by 2a ആണ്. Then for planar line, the inductance per unit length is the mu d divided by w. Okay, mu d divided by w. Then for in the case of G, conductance per unit length for coaxial line, അതെന്താണ്, 2π sigma divided by ln b by a ആണ്. Then here pi sigma divided by cos h inverse d by 2a. And for planar line it is sigma w divided by d വരും. Then capacitance per unit length വരും 2π epsilon by ln b by a. Then for the 2 wire transmission line pi epsilon by cos h inverse d by 2a വരും. Then here എന്ത് വരും, പ്ലാനാർ ലൈനിൻ്റെ കേസിൽ എപ്സിലോൺ w by d വരും. w എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ d ആണ്. സോ ഇവിടെയൊക്കെ നമ്മൾ എന്താ റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ നോക്കുക. ഹിയർ mu by 2π ln b by a ആണ്. ഇവിടെ വരുമ്പോൾ എന്ത് വരും, mu by pi cos h inverse d by 2a എന്ന് വരും. mu d by w വരും. ഫ്രം ദിസ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ. സിഗ്മ പിന്നെ mu d by w വരുന്നുണ്ട്, സിഗ്മ w by d ആകും കണ്ടക്റ്റൻസിൻ്റെ കേസ് വരുമ്പോൾ. ദെൻ കപ്പാസിറ്റൻസ് എന്ത് വരും, എപ്സിലോൺ w, ഇവിടെ സിഗ്മ എന്നുള്ളത് എപ്സിലോൺ ആകും. ഹിയർ ഓൾസോ ഇവിടെ പൈ സിഗ്മ ആയിരുന്നു, ഇവിടെ പൈ എപ്സിലോൺ ആയി. അത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ദെൻ ഇവിടെ നിന്നാണെങ്കിലോ ഇവിടെ മൾട്ടി പ്രോഡക്റ്റ് ആയിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ എന്തായി, ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തു അല്ലേ, പൈ സിഗ്മ ഡിവൈഡഡ് ബൈ കോസ് എച്ച് ഇൻവേഴ്സ് d by 2a എന്നായി. ദെൻ ഹിയർ ഓൾസോ 2π സിഗ്മ ആയിരുന്നത് ഇവിടെ എന്തായി, 2π എപ്സിലോൺ ആയി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, റൈറ്റ്. ഇവിടെയും അതേപോലെ തന്നെ mu 2π ln b by a ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് ഡിവിഷനായി, കോഷ്യൻ്റ് ആയി. ഓക്കെ, 2π സിഗ്മ ഡിവൈഡഡ് ബൈ ln b by a എന്നായി. ഓക്കെ, then for each line the conductors are characterized by, and then നമുക്ക് എന്താ RL GC യുടെ വാല്യൂസ് ആണ് നമ്മൾ ആ ടേബിളിൽ തന്നത്. ദെൻ
The dimensions of the lines are as shown in the figure. Then some of the formulas in table 11.1 are were derived in. So നമുക്ക് കപ്പാസിറ്റൻസിൻ്റെയും കോയാക്സിൽ കേബിളിൻ്റെ കപ്പാസിറ്റൻസ് ഒക്കെ പഠിച്ചായിരുന്നു. ദെൻ 2 വയർ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കപ്പാസിറ്റൻസ് അതേപോലെ ഇൻഡക്റ്റൻസിൻ്റെ ഒക്കെ ഡെറിവേഷൻസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ it should be noted that the line parameters RL, G and C are not discrete or lumped but distributed as shown in figure 11.3. Okay. അപ്പോൾ ലൈൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് RL, GC എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റും അല്ല ലംഡും അല്ല, പക്ഷെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ 11.3 കാണിച്ചിരിക്കുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് ആണ്, ഡിസ്ക്രീറ്റും അല്ല ലംഡും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു 2 വയർ ട്രാൻസ്മിഷൻ ലൈനാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ എന്താണ് ഇതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R, ദെൻ ദിസ് ഇസ് ഇൻഡക്റ്റൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. This is inductance, then this is resistance, inductance, resistance അങ്ങനെ പോകുന്നു. Then here എന്ത് വരും റെസിസ്റ്റൻസും. So this will becomes this R, ഇത് L, ഇതെന്ന് പറയുന്ന എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ജീനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇത് കപ്പാസിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിമ്പിള്. ഇത് ജീനെ റെപ്രസെന്റ് ചെയ്യുന്നു. പാരലലി കണക്ട് ചെയ്തിരിക്കുന്നത് ജി വരും, ജിയും സിയും വരും. ദെൻ സീരീസ് ആയിട്ട് എന്തിനൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, ആർ ആൻഡ് എല്ലിനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് ഓഫ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, 2 കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈൻ. By this we mean that the parameters are uniformly distributed along the entire length of the line. ഈ ലൈനിൻ്റെ entire ലെങ്ത്തിലും പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, by this we mean that the parameters are uniformly distributed along the entire length of the line. ആ entire ലെങ്ത്തിലും പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. So for each line the conductors are characterized by സിഗ്മ സി കണ്ടക്ടൻസ് ആണ്, കണ്ടക്ടിവിറ്റി. ദെൻ മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി, എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി. എപ്സിലോൺ സി ഇസ് ഈക്വൽ ടു എന്താണ്, എപ്സിലോൺ നോട്ട് ആണ്. ആൻഡ് ദി ഹോമോജീനിയസ് ഡൈലക്ട്രിക് സെപ്പറേറ്റിംഗ് ദ കണ്ടക്ടേഴ്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിഗ്മ മ്യൂ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഓരോ ലൈനും കണ്ടക്ടേഴ്സ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് are characterized by sigma c, mu c and epsilon c. Epsilon c will be equal to 0. And ആ രണ്ട് കണ്ടക്ടേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡൈലക്ട്രിക്. ഓക്കെ, ദി ഹോമോജീനിയസ് ഡൈലക്ട്രിക് സെപ്പറേറ്റിംഗ് ദ കണ്ടക്ടേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റൻസ് ഏതൊക്കെ വരും, സിഗ്മ മ്യൂ എപ്സിലോൺ. ഓക്കെ, സിഗ്മ മ്യൂ എപ്സിലോൺ കണ്ടക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സിഗ്മ സി, മ്യൂ സി, എപ്സിലോൺ സി. ഡൈലക്ട്രിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കണ്ടക്ടേഴ്സ്, 4 കണ്ടക്ടേഴ്സ്. ഡൈലക്ട്രിക്കിനാണ് സിഗ്മ മ്യൂ എപ്സിലോൺ 4 ഡൈലക്ട്രിക്സ്. ഓക്കെ, ദെൻ G is equal to G not equal to 1 by R. R is the AC resistance per unit length of the conductors comprising the line, and G is the conductance per unit length. G not equal to 1 by R. G not equal to 1 by R. G എന്ന് പറയുന്നത് എന്താണ്, 1 by R ഈക്വൽ അല്ല. R എന്ന് പറയുന്നത് AC റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. Then G എന്ന് പറയുന്ന കണ്ടക്ടൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഡ്യൂ ടു ദി ഡൈലക്ട്രിക് മീഡിയം സെപ്പറേറ്റിംഗ് ദി കണ്ടക്ടേഴ്സ്. ഓക്കെ, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, G എന്ന് പറയുന്നത് എന്താണ്, ആ ഡൈലക്ട്രിക് മീഡിയം കാരണം കൊണ്ടുണ്ടാകുന്ന കണ്ടക്ടൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതുകൊണ്ടാണ് G ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജിയും ആറും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, R എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഹിയർ നമുക്ക് ഡൈലക്ട്രിക് ആണ്, ഡൈലക്ട്രിക് സെപ്പറേറ്റിംഗ് ദ 2 കണ്ടക്ടേഴ്സ് ആണ് ഈ സ്പേസിൽ കാണിച്ചിരിക്കുന്നത്. അത് കാരണം കൊണ്ടുണ്ടാകുന്ന കണ്ടക്ടൻസ് പെർ യൂണിറ്റിൽ എന്താണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ
due to the dielectric medium separating the conductors. Then the value of L shown in table 11.1 is the external inductance per unit length. Okay, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ, എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എൽ എക്സ്റ്റേണൽ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എക്സ്റ്റേണൽ ആണ്. എൽ ഈസ് ദ എക്സ്റ്റേണൽ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എൽ എക്സ്റ്റേണൽ. ദി ഇഫക്ട്സ് ഓഫ് ഇന്റേണൽ ഇൻഡക്റ്റൻസ് എൽ ഇൻ ഈസ് ഈക്വൽ ടു ആർ ബൈ omega are negligible as high frequencies at which most communication systems operate. Okay, അപ്പോൾ എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ്, എക്സ്റ്റേണൽ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എൽ എക്സ്റ്റേണൽ. ദെൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്റേണൽ ഇൻഡക്റ്റൻസ് എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഒമേഗ. അതിവിടെ എന്താണ്? നെഗ്ലിജിബിൾ ആണ്. ആസ് ഹൈ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓപ്പറേറ്റ്. ഓക്കെ, ദെൻ ഹൈ ഫ്രീക്വൻസീസിലൊക്കെ എൽ ഇന്റേണൽ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. കാരണം ഒമേഗ ഹയർ വാല്യൂ വരും. ദാറ്റ് ഈസ് ഈ വാല്യൂ എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത് വെരി സ്മോൾ ആകും. സോ നമുക്ക് എൽ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ദെൻ ഫോർ ഈച്ച് ലൈൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എൽ സി ഇസ് ഈക്വൽ ടു മ്യൂ എപ്സിലോണെന്നും ജി ബൈ സി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോണെന്നും റെപ്രസെന്റ് ചെയ്യാം. ഫോർ ഈച്ച് ലൈൻ എൽ സി ഇസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ആൻഡ് ജി ബൈ സി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ എൽ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് പെർ എക്സ്റ്റേണൽ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെന്ത് ഇൻറ്റു കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെന്ത് ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ആയിരിക്കും. സോ നാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൽ എന്ന് പറയുന്നത് ഹിയർ വി ആർ ടേക്കിംഗ് ദസ് മ്യൂ ഡി ബൈ ഡബ്ല്യു ഇൻറ്റു സി എൽ എ. എൽ സി എന്ന് പറയുമ്പോൾ എപ്സിലോൺ ഡബ്ല്യു ബൈ ഡി. സോ ഡി ഡി ക്യാൻസൽ, ഡബ്ല്യു ഡബ്ല്യു ക്യാൻസൽ, മ്യൂ എപ്സിലോൺ എന്ന് കിട്ടും. സോ എൽ സി എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെ എല്ലാത്തിനും പ്രൂവ് ചെയ്യാൻ സാധിക്കും. മ്യൂ എപ്സിലോൺ ആണ്. ആൻഡ് ജി ബൈ സി, ജി ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഡബ്ല്യു ബൈ ഡി. ദെൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ ഡബ്ല്യു ബൈ ഡി വരും. ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഡബ്ല്യു എന്ന് എഴുതാം. ഡി ഡി ക്യാൻസൽ, ഡബ്ല്യു ഡബ്ല്യു ക്യാൻസൽ. സോ സിഗ്മ ബൈ എപ്സിലോൺ എന്ന് കിട്ടും. ജി ബൈ സി എന്ന് പറയുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ജി ബൈ സി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ ആൻഡ് എൽ സി ഈസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ. As a way of preparing for the next section, let us consider how an electromagnetic wave propagates through a two-conductor transmission line. എങ്ങനെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ടു കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻസ് ആട്ടോ. എ ബി സി ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്റേണൽ കണ്ടക്ടറിന്റെ റേഡിയസ്, ഇതെന്ന് പറയുന്ന എക്സ്റ്റേണൽ കണ്ടക്ടറിന്റെ റേഡിയസ്, ഇന്നർ റേഡിയസ്. ദിസ് ഇസ് ദി ഔട്ടർ റേഡിയസ്. സി റെപ്രസെന്റ്സ് ദി ഔട്ടർ റേഡിയസ്. ദെൻ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ ആണ്. 2a എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറഞ്ഞത്. ഇവിടെയും അതേപോലെ തന്നെ മൈക്രോസ്ട്രിപ്പ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് ഡി. ആ മൈക്രോസ്ട്രിപ്പ് ലൈനിന്റെ വിഡ്ത്ത് ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എന്താണ്? തിക്നെസ് ഓഫ് ദി മൈക്രോസ്ട്രിപ്പിന്റെ തിക്നെസ് ആണ് എൽ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ let us consider how an electromagnetic wave propagates through a two-conductor transmission line. For example, consider the coaxial line connecting the generator or source to the load. Okay, ഒരു കോയാക്സിൽ ലൈൻ ആണ്. അത് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ദിസ് ഇസ് ദി കോയാക്സിൽ ലൈൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. നമുക്കൊരു ജനറേറ്റർ ഉണ്ട്. ദെൻ വോൾട്ടേജ് വി ജി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, ജനറേറ്റർ വോൾട്ടേജ്. ദെൻ ആർ ജി എന്ന് പറയുന്ന അവിടെ വരുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇത് സ്വിച്ച് ആണ്, എസ് എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഐ ഇസ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട്. ദെൻ ഇൻ ദി ലോഡ് സൈഡിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എൽ. ജനറേറ്റർ സൈഡിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ജി. ഓക്കെ, സോ when switch S is closed, the inner conductor is made positive with respect to the outer one. Okay, അപ്പം
സ്വിച്ച് ക്ലോസ് ആവുമ്പോൾ ഇന്നർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ടർ വണ്ണുമായിട്ട് റെസ്പെക്റ്റീവ്ലി ഇന്നർ കണ്ടക്ടർ എന്താകും, പോസിറ്റീവ് ആകും ഔട്ടർ കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ഔട്ടർ കണ്ടക്ടർ ദ ഇന്നർ കണ്ടക്ടർ വിൽ ബിക്കം പോസിറ്റീവ് ആൻഡ് so that the electric field is radially outwards. so electric field എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്ന ഇന്നർ കണ്ടക്ടർ എന്തായി, പോസിറ്റീവായി അല്ലേ, പോസിറ്റീവായി, ഔട്ടർ കണ്ടക്ടർ നെഗറ്റീവും ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്നാണ്, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. സോ ഇന്നർ ടു ഔട്ടർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. According to Ampere's law, the magnetic field encircles the current carrying conductor as shown in the figure. അപ്പം ആംപിയേഴ്സ് ലോ വെച്ചിട്ട് എന്ത് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എൻസർക്കിൾസ് ആയിരിക്കും. ഇത് ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനാണ്. ഇവിടെ നമുക്ക് into the page ആണ് അല്ലേ, into the page ആണ്. സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഡയറക്ഷൻ വിൽ ബി ഇങ്ങനെയായിരിക്കും. നമ്മുടെ എന്താണ് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് ഡയറക്ഷനായിരിക്കും, കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, into the page ആയതുകൊണ്ട് എങ്ങനെ വരും, ഇങ്ങനെ വരും, ഈ ഡയറക്ഷനിൽ വരും. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ ദി പോയിന്റിംഗ് വെക്ടർ ഹി ക്രോസ് എച്ച് പോയിന്റ്സ് അലോങ് ദി ട്രാൻസ്മിഷൻ ലൈൻ. പോയിന്റിംഗ് വെക്ടർ എന്തായിരുന്നു, പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പഠിച്ചു അല്ലേ, പോയിന്റിംഗ് വെക്ടർ ഇ ക്രോസ് എച്ച്. ഇ ക്രോസ് എച്ച് പോയിന്റ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ആയിരിക്കും. ദസ് closing the switch simply establish a disturbance which appears as a transverse electromagnetic wave propagating along the line. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ദെൻ പോയിന്റിംഗ് വെക്ടർ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ അക്രോസ് ആയിട്ട് എന്താ പോയിന്റ് ചെയ്യുന്നുണ്ടാകും. സോ നമ്മൾ ഒരു ആ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റർബൻസിനെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആ അതെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടായിരിക്കും എന്ത് അപ്പിയർ ചെയ്യുന്നത്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത് along the propagating along the line. Okay, this wave is non-uniform plane wave and by means of it power is transmitted through the line. അപ്പോൾ ഈ വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, നോൺ യൂണിഫോം വേവ് ആയിരിക്കും. അപ്പം യൂണിഫോം പ്ലെയിൻ വേവ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വേവ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നോൺ യൂണിഫോം പ്ലെയിൻ വേവ് ആയിരിക്കും. അതിൻ്റെ ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് പവർ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ലൈൻ. അപ്പോൾ ഈ നോൺ യൂണിഫോം പ്ലെയിൻ വേവ് ഉപയോഗിച്ചുകൊണ്ടാണ് ലൈനിൽ കൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, then we will move on to next topic. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, so we will discuss transmission line parameters. ലൈൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്, ആർ, എൽ, ജി, സി. ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, എൽ ഈസ് ദ എക്സ്റ്റേണൽ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ജി ഈസ് ദി കണ്ടക്ടൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ജി എന്ന് പറയുന്നത് എന്താണ്, 1/r അല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, ജി എന്ന് പറയുന്ന ഡൈലക്ട്രിക് മീഡിയത്തിന്റെ കണ്ടക്ടിവിറ്റി കാരണം കൊണ്ട് ഉണ്ടാകുന്ന കണ്ടക്ടൻസ് ആണ്, കണ്ടക്ടൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ സി ഇസ് ദ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ നമ്മൾ കോയാക്സിൽ കേബിളിന്റെയും 2 വയർ ട്രാൻസ്മിഷൻ ലൈനിന്റെ പ്ലാനാർ ലൈനിന്റെ ഒക്കെ RLGC എന്താ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് എന്നുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. അത് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, പിന്നെ LC എന്ന് പറയുന്നത് മ്യൂ എപ്സിലോൺ ആണ്, G/C എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു. ദെൻ എന്ത് പറഞ്ഞു, ദെൻ നമ്മളൊരു